ജോൺ ബ്രിട്ടാസിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും അഭിനന്ദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു മീഡിയ പേഴ്സൺ ആയിരുന്ന ഒരാൾ എന്തിന് രാജ്യസഭയിൽ പോകണം എന്ന് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് സംശയിച്ച ഒരാളാണ് ഞാൻ. എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ നേരിട്ട് പ്രവൃത്തിയിലുള്ളവരുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ അയക്കുന്നത് എന്ന് ഒരു സംശയം ഉള്ളിൽ തോന്നിയത്. ആ സംശയം അസ്ഥാനത്താണെന്ന് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് കൂടുതൽ ഉറപ്പുള്ളതാകുകയും ചെയ്യുന്നുണ്ട്. നിശ്ചയമായും അദ്ദേഹത്തെ പോലുള്ളവരാണ് രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അയക്കപ്പെടേണ്ടത് എന്ന് ഉറപ്പു നൽകുന്നവയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ. ഈ അടുത്ത് AKG ഭവനിൽ വെച്ച് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന യൂണിഫോം ഇല്ലാത്ത പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യുകയും തിരിച്ചയക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബലം ഉണ്ടല്ലോ, ജന്തർ മന്ദറിലെ കുട്ടികളോടൊപ്പം നിന്നപ്പോൾ കാണിച്ച ഒരു സ്ഥൈര്യവും ബലവും, അത് രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതാണ് ശരിയായ വഴിയെന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളപ്പെടുത്തൽ ഓർഗനൈസർ നടത്തി. ഹിറ്റ് ലിസ്റ്റിൽ 3-ാം സ്ഥാനക്കാരനായിട്ട് ബ്രിട്ടാസ് ഉണ്ട്. അങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽ വന്ന സമയത്ത് അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ അഭിനന്ദിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട ബ്രിട്ടാസ്, അഭിനന്ദനങ്ങൾ. അതൊരു വലിയ സ്ഥാനമാണ് RSS നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മതേതരത്വവും ജനാധിപത്യവും കാത്തുരക്ഷിക്കാൻ, ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ, സമരങ്ങൾക്ക് ഊർജമായി മാറാൻ നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. അഭിവാദ്യങ്ങൾ.